ലീഗിന്റെ കൊടി ഉയർത്താൻ കഴിയാതെ പോയത് ഒരു വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറയുന്നത് ആ ലീഗിന്റെ കൊടി സംരക്ഷിക്കാൻ കഴിയാത്ത കോൺഗ്രസിന് ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന ന്യൂനപക്ഷങ്ങളെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുന്നു? മുഖ്യമന്ത്രിയുടെ മകള് വീണയെ സംരക്ഷിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്ക് ഇതെന്താ പറയാൻ? ഇച്ചിരി കഴിയട്ടെ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മോളെ പൊക്കിക്കൊണ്ട് പോകുന്ന നാട്ടുകാർ കാണാൻ പോവാ. 1,72,00,000 അഴിമതി നടത്തിയില്ലേ? അപ്പൊ മുഖ്യമന്ത്രിയുടെ മോളെ സംരക്ഷിക്കാൻ പറ്റുന്നോ? പക്ഷേ ഈ രണ്ടും രണ്ടല്ലേ പൊളിറ്റിക്കലായി. ഞാൻ പറയട്ടെ, ഞാനിപ്പോ കാസർഗോഡ് MP ആണ്. അതെ, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ നടക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആള് ഞാനല്ല. കാസർഗോഡ് സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോ ഞാനിവിടെ മാത്രമായി ഒതുങ്ങി. ദേശീയ വിഷയങ്ങളെ കുറിച്ച് പറയാം. അവിടെ വയനാട്ടിൽ എന്ത് ചെയ്യണമെന്ന് അവിടുത്തെ സ്ഥാനാർത്ഥിയുണ്ട്, പാർട്ടിയുണ്ട്, അവരല്ലേ തീരുമാനിക്കും. ഒറ്റ കാര്യം കൂടി, കാസർഗോഡ് ലീഗിന്റെ കൊടി ഉയർത്തുന്നതിന് രാജ്മോഹൻ ഉണ്ണിത്താന് മാനസികമായ ഒരു വിഷമവുമില്ല. എനിക്കെന്ത് വിഷമം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിച്ചത് കോൺഗ്രസ് ടിക്കറ്റില്ല. UDF എന്നെ പിന്തുണച്ചു. കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം എന്നെ ജയിപ്പിക്കാൻ. പക്ഷേ കാസർഗോഡ് ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഏണി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആ സ്ഥാനാർത്ഥിയോട് മുസ്ലിം ലീഗ് കാണിക്കുന്നതിന്റെ 10 ഇരട്ടി ആത്മാർത്ഥം എന്നോട് കാണിച്ചു. മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, MSF, വനിതാ ലീഗ്, STU, പച്ചപ്പട, വെള്ളപ്പട, KMCC, എന്നെ അവർ വിളിക്കുന്ന ഉണ്ണിച്ചാന്ന. മുസ്ലിം ലീഗിന്റെ പതാക തോളിലിടാൻ എനിക്കെന്ത് പാട്? ഓക്കെ, യഥാർത്ഥത്തിൽ വയനാട്ടിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരു തിരിച്ചടിയാണെന്ന് താങ്കൾ കരുതുന്നുള്ളൂ? ദേശീയ തലത്തിലുള്ള പ്രചരണത്തിന്റെ കെണിയിൽ വീഴരുത് എന്നാണ് കെ മുരളീധരൻ പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ സന്ദേശം കൊടുത്തില്ലേ? അതിനെ നേരിടേണ്ടിയിരുന്നില്ലേ കോൺഗ്രസ്? ടു ബി ഫ്രാങ്ക്, അരുണേ, നിങ്ങൾ ഈ ചോദ്യം എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ട് പ്രേമേന്ദ്രനെ കുറിച്ച് നിങ്ങൾ ഇതൊരു ചോദ്യം ചോദിച്ചത് വഷളായി. ഞാനൊരു കാര്യം പറയാം. ഇപ്പോ ആവശ്യത്തിലധികം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. ദയവായി വയനാട്ടിലെ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ അവിടുത്തെ നേതാവിനോട് ചോദിക്കാം, സ്ഥാനാർത്ഥിയോട്. അവരെല്ലാം ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ കാസർഗോഡ് കാര്യത്തിൽ ഉണ്ണിത്താൻ വളരെ കൃത്യമായ അഭിപ്രായമുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു ലീഗിന്റെ പതാക തനിക്ക് പുതയ്ക്കുന്ന കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ നിലപാട്. അവിടെയും തെറ്റ്. ലീഗിന്റെ പതാക മാത്രമല്ല പുതയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് പുതപ്പിച്ചു, എന്നെ പുതപ്പിച്ച് കിടത്താനാ. നിങ്ങളിവിടെ വന്നിരിക്കുന്ന എന്നെ പുതപ്പിച്ച് കിടത്താൻ നോക്കൂ, അത് ഒരു രാഷ്ട്രീയമായൊരു നിലപാടാണ്. കാരണം ഈ ന്യൂനപക്ഷ ഭീഷണിയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് എടുക്കേണ്ട നിലപാടായിട്ട് തന്നെയാണ് ഞാൻ കണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തായാലും നമ്മൾ തൈര് വട കഴിച്ചു, തൈര് വട കൊള്ളാം. അരുൺ, പാർലമെന്റിൽ 3 കാര്യങ്ങളിൽ സുവ്യക്തമായ നിലപാടുണ്ട് എനിക്ക്. ഒന്ന്, പൗരത്വ നിയമം ഭേദഗതി ചെയ്തതിനെതിരെ. അത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അത് റദ്ദ് ചെയ്തിരിക്കും. നമ്പർ 1. 2, 163 വർഷമായി നമ്മുടെ രാജ്യത്ത് വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം ഇതെല്ലാം മതപരമായിട്ടാണ് തീരുമാനിക്കുന്നത്. ആർട്ടിക്കിൾ 25 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എ റിലീജിയൻ, ഇതെല്ലാം മതപരമാണ്. ക്രിസ്ത്യാനികൾ, പിന്നെ ഹിന്ദുക്കൾക്ക് ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിമിന് ശരിയത്ത്. അപ്പോൾ അത് അട്ടിമറിക്കാനാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നത്. ഞാൻ എന്റെ അവസാന ശ്വാസം വരെ ഞാൻ എതിർക്കും. 3, മണിപ്പൂരിൽ നമ്മുടെ കൂടപ്പിറപ്പുകളായ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. 300-ലധികം ശവശരീരങ്ങൾ മോർച്ചറി കിടക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾ തീവച്ചു, സ്കൂളുകൾ തീവച്ചു. എത്രയോ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ കൂട്ടമാനഭംഗം ചെയ്തു. ചോദ്യം ചെയ്തവരെ വെട്ടി അരിഞ്ഞു. 24 മണിക്കൂർ പാർലമെന്റ് അകത്ത് നടത്തിയ കൂടാതെ ഞാൻ കാസർഗോഡ് ഉപവാസം നടത്തി. വേണു ഉദ്ഘാടനം ചെയ്തു. KC സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് പ്ലാമ്പാനി പിതാവാണ്. പിതാവ് അന്ന് എന്നെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗം നിങ്ങൾക്ക് ഞാൻ തരാം. അത് നിങ്ങളുടെ ആളുകളെ കാണിക്കാവോ? പിതാവ് എന്റെ നിലപാടിനെ കുറിച്ച് നടത്തിയ ഒരു പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. ഒറ്റ കാര്യം കൂടി, താമരശ്ശേരി രൂപത ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോവുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. താങ്കൾ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ ആക്രമണം നടത്തുന്ന സംഘപരിവാറിന് അനുകൂലമായ ഒരു സിനിമാ പ്രൊപ്പഗാൻഡയെ ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണ്? ഞാൻ പറഞ്ഞല്ലോ, അതിനൊക്കെ അവരോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ 3-4 കാര്യത്തിൽ എന്റെ നിലപാട് വ്യക്തമാണ്. അസന്നിഗ്ധമായി ഞാൻ പറഞ്ഞു. കേരള സ്റ്റോറിയുടെ കാര്യത്തിൽ കേരള സ്റ്റോറി ഇല്ലല്ലോ, അതൊരു കേരള സ്റ്റോറി അല്ലല്ലോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ഞാൻ പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്.
അത് പ്രകടിപ്പിക്കുന്നതിന് ആർക്ക് കയറി തടയാൻ പറ്റും? ഇടുക്കി രൂപതയ്ക്കും താമരശ്ശേരി രൂപതയ്ക്കും അതുണ്ട്. ഞാൻ പറഞ്ഞത് എവറിബഡി ഹാസ് ദെയർ ഓൺ റൈറ്റ് ടു പ്രൊട്ടക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് വെൽ ആസ്. ഞാൻ ചോദിച്ചിട്ടെ, അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾ മാധ്യമങ്ങൾ മനസ്സിലാക്കുക. പിന്നെ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് സ്ഥാനത്താണ് പ്രതിഫല. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്കറിയേണ്ടത് അങ്ങയുടെ ഒരു നിലപാടാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ കേരള സ്റ്റോറി എന്ന സിനിമയെ താങ്കൾ പിന്തുണയ്ക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം താമരശ്ശേരി കൂടി പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. യു ആർ ട്രൈയിങ് ടു ക്രിയേറ്റ് താമരശ്ശേരി രൂപത ഇടുക്കി രൂപതയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ചോദിച്ച സകല ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം പറഞ്ഞു. അത് നിങ്ങൾ ആരും പ്രതീക്ഷിച്ച ഉത്തരവല്ല കിട്ടിയത്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഉത്തരവ് അത് എന്റെ വായിൽ നിന്ന് കിട്ടുമോ നിങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങയുടെ നിലപാട് മാത്രമേ എനിക്ക് അറിയേണ്ടതുള്ളൂ. താമരശ്ശേരി രൂപതയുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാ കാര്യത്തിലും നിലപാടുണ്ട്. ഒരിക്കൽ just listen me. Okay. You are trying to create troubles again. No sir. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ വിഷയത്തിലും നിലപാടുകളുണ്ട്. ഇപ്പൊ ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, മനസ്സിലായോ? പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. ഈ 26-ാം തീയതി പോളിംഗ് തീരും. നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് വിഷയത്തെ കുറിച്ചും ചോദിക്കാം. I will give you clear answer. നമ്മൾ 4-ാം തീയതിക്ക് ശേഷം കണ്ടുമുട്ടും സർ. താങ്ക് യു. വീണ്ടും കഴിയുമെങ്കിൽ മധുരമുള്ള ഒരു തൈരുവടയുമായി. മധുരം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പം റിപ്പോർട്ടർ ചാനലിന്റെ എല്ലാം രാത്രി വന്നിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ജനവികാരം മനസ്സിലാക്കുന്നില്ല, മനസ്സിലായോ? ജനവികാരം മനസ്സിലാക്കുന്ന ആരും ഒരു ചാനലും എനിക്കെതിരാണ് ഈ മണ്ഡലം എന്ന് പറയില്ല. ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോ അത്, അതായത് സ്ഥാനാർത്ഥി പറഞ്ഞോട്ടെ. അങ്ങനെ എനിക്കെതിരെ പ്രചരണം നടത്തുന്നവർ ജൂൺ മാസം 4-ാം തീയതി കഴിഞ്ഞ് ദുഃഖിക്കേണ്ടി വരും. അന്ന് ഞാൻ ഷാർപ്പായിട്ട് എനിക്കെതിരെ ഇവിടെ സർവേ നടത്തിയവരെയൊക്കെ ഞാൻ അറ്റാക്ക് ചെയ്യും. കാരണം അതുവരെ മിണ്ടില്ല. ഇതെല്ലാം ക്രിയേറ്റഡ് സ്റ്റോറീസ് ആണ്. ഇത് ജനവികാരമല്ല. എക്സാക്ട്ലി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഐ ആം not worried about the people of Kasaragod. I am very much happy. ജനഹൃദയത്തിലാണ്. ഈ ഞാൻ പറയാം, ഈ കാസർഗോട്ടെ ജനങ്ങൾ 5 വർഷം എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം മരിച്ചാലും ഞാൻ മറക്കില്ല. കാസർഗോട്ടുകാരെ വിട്ട് ഞാനൊരു ചുക്കും ചെയ്യില്ല. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രോമിസ് കാസർഗോട്ടെ ജനതയ്ക്ക്. നമുക്ക് കാണാം, വീണ്ടും ജൂൺ 4-ാം തീയതി വോട്ടെണ്ണി തീരുമ്പോൾ നമ്മൾ വീണ്ടും കാസർഗോട്ടേക്ക് വരും. അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ കാണും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. താങ്ക് യു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഒരു ലഡു ജിലേബി മധുരത്തിന് വേണ്ടി കയ്യിലെടുത്തോ? കഴിക്കുന്നോ? അഡ്വാൻസ് ആയിട്ട് നമുക്ക് ജൂൺ 4-ാം തീയതി കഴിക്കാം. വെരി താങ്ക്ഫുൾ. എപ്പോഴും എല്ലാ സമയത്തും ഔട്ട് സ്പോക്കൺ ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. കാര്യങ്ങൾ തുറന്നു പറയും. എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിൽ വെക്കില്ല, തുറന്നു തന്നെ പറയും. ഐ അപ്രീഷിയേറ്റ് ഇറ്റ് സർ. താങ്ക് യു. മൂക്കാണെങ്കിൽ അങ്ങ് പോട്ടെ. ചുമ്മാ തെറിച്ച് പോട്ടെ. ഓക്കെ, താങ്ക് യു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. നമുക്ക്